വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിലോട്ട് പോവാം. അവിടുത്തെ ആ പാലില്ല, അവിടെ ആ ഒരു സ്ഥലത്തോട്ട് പോവാം. അവർ ബാക്കി വരുന്നുണ്ട്. ഉമ്മച്ചി വാപ്പച്ചി താത്തയും ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഞാൻ മാത്രം നടയിൽ. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടെയൊക്കെ വരാൻ പറ്റും. ബോട്ടാണ്ടോ, ബോട്ടിങ് കാണിച്ചാൽ വെളിച്ചം കിട്ടണ്ടോന്ന് അറിയില്ല. എന്തായാലും കാണിച്ചു തരാം. ബോട്ടാണത്. അപ്പം അവരിപ്പോൾ ബാക്കിലായി, ഞാൻ ഫ്രണ്ടിലായി. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ബോട്ടിലോട്ട് കയറണേന്ന് കാണിച്ചു തരാം. പക്ഷെ ഞാൻ കയറില്ല കേട്ടോ. വെട്ടം കിട്ടണ്ടോന്ന് അറിയില്ല. കാണിച്ചു തരാം. ഞാൻ കാണുന്ന പാലം കേസ് മറൈൻ ഡ്രൈവിൻ്റെ അവിടെ മെയിൻ സംഭവമില്ലേ, അവിടേക്കാണ് നമ്മൾ പോണത്. ഇവിടെ ഇങ്ങനെ വിശാലമായ കാറ്റും അധികം ശബ്ദമൊന്നുമില്ല. അപ്പം ഇതിൽ നടക്കാനൊക്കെ നല്ല സുഖം. അവരെല്ലാവരും ബാക്കി ഇനി ഞാൻ ക്ലിയർ ആവില്ല കേട്ടോ. ഒരാളൊക്കെ ഉണ്ടോ? ഞാൻ എലീനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു, അത്ര ഉണ്ടായിരുന്നു. ഇത്തിരി മതി. അവിടെ ഒരു ബെഞ്ചുണ്ട്, ഇരുന്നാലോ എന്നൊരു സംശയം. അവിടെ ഒരു ബെഞ്ചുണ്ട്, ഇരുന്നാലോ? കാണിച്ചരാ. ഇവിടെ ഇരിക്കാനൊന്നും പറ്റൂല കേട്ടോ. കാണുന്നുണ്ടോന്നറിയില്ല, വെട്ടം കാരണം കൊണ്ട് കാണില്ല എന്നറിയില്ല. ഇപ്പം എല്ലാവരും ഒപ്പാട്ടം നടക്കണേ. എത്താനായി സ്ഥലം, മറൈൻ ഡ്രൈവിൻ്റെ മെയിൻ സ്ഥലത്ത് എത്താനായിട്ടോ. ഇവിടെ വരാൻ ദിവസമായി വന്നിട്ടെന്നറിയാം ഗൈസ്. ബാക്കിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഗൈസ്. കൈ കഴിക്കുന്നുണ്ട്. ഇവിടെ മറൈൻ ഡ്രൈവിൻ്റെ സൈഡിലൊക്കെ കുറേ കടയുണ്ട് കേട്ടോ. അത് ചെറിയ കടകൾ കാണിച്ചാൽ ഇവിടെ ഒരു സെക്ഷനായിട്ടാണ് പോകണം. ഇവിടെ അങ്ങോട്ട് ഞാൻ ഇപ്പോൾ മറൈൻ ഡ്രൈവിലല്ലാന്ന് വിചാരിക്കണ്ട, മറൈൻ ഡ്രൈവിലാണ്. ഗൈസ് ഇപ്പോൾ കാനഡയിൽ ഒത്തിരി ഫീല്, ചെറിയൊരു ഫീലുള്ളൂ. ഇവിടെയൊക്കെ കുറെ ബാഗിന്റെ കടയുണ്ട്, കാണിച്ചത് രസമല്ലേ കാണിക്കുന്നോണ്ട് കുഴപ്പമില്ല. ഹയറാ ഹായ് ആണെങ്കിൽ ഹായും കാണിക്കണം. ഹയർ ഇപ്പൊ ഹയർ വേറെ ആരുമല്ല കേട്ടോ, എൻ്റെ കൊച്ചയാ. ഇവിടെ ഐസ്ക്രീം സംഭവങ്ങളൊക്കെ ഉണ്ട്. നോമ്പായതുകൊണ്ട് ഒന്നും പറ്റൂല. ഇത്ര പേര് ഇവിടെ മരം അടുപ്പിച്ചുണ്ടായിരുന്നു. വേറൊരു കാര്യമുണ്ട് ഗൈസ്, അധികം മരത്തിൻ്റെ അടിയിൽ നിൽക്കേണ്ട, കാക്ക എപ്പോഴാ തൂറണേന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വേറൊരു ഐസ്ക്രീം കടയുണ്ട്. നോമ്പ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് വരാൻ വെയിറ്റ് ചെയ്തിരിക്കാം. വാ മുച്ചു വാച്ചുണ്ട്, ഞങ്ങളെ വിളിക്കല്ലേ. ഹായ് എന്നുണ്ട്.
ഷെഫീന എന്ന് പറയാം ആളുടെ പേര്. കൊച്ച കളിയാക്കും എന്നെ യൂട്യൂബർ എന്ന് പറഞ്ഞ് കളിയാക്കണം. ഇവിടെ ബോട്ടിങ്ങിന് ഇരിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ. ആ ഒരു ബെഞ്ച് ക്ലീൻ ആയി കിടക്കുന്നുണ്ട്. ഞാൻ അവിടെ ഇരിക്കാം. ഇവിടെ ഒരു ബെഞ്ച് ക്ലീനാ. അവരെന്തേ അവരെവിടെയോ കയറി ഒന്നും അറിയില്ല. പിന്നെ ബോട്ടിങ്ങിന് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ കയറാൻ. ഇവിടെ ഒന്നും കയറാൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല. അവിടെ ഒന്നും കയറാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. മരത്തിൻ്റെ അടിയിൽ നിന്ന് വേഗം പറ, കാക്ക അല്ലെങ്കിൽ പണി കിട്ടും. മരത്തിൻ്റെ അടിയിലോട്ട് അധികം പോകണ്ട കേട്ടോ, കാക്ക പണി കിട്ടും. ഇവിടെയൊക്കെ ആ കാക്ക നല്ല പണിയാ. മരത്തിൻ്റെ അടിയിൽ നിന്ന് വേഗം ഒന്ന് ഓടിപ്പോവാനാ വിചാരിക്കുന്നത്. കാക്ക പണി വരും. എത്താനായി അവരെന്തേ കുഞ്ഞു കൊച്ച ഇപ്പം എൻ്റെ അടുത്തുണ്ട്. പാപ്പി ഉമ്മി താത്ത മാത്രം പറയുന്നുണ്ട്. അവര് മുന്നിലാണോ? അവര് ബാക്കിലാന്നാ പറയണേ. നടക്കണ്ടേ പറ്റിയല്ലോ. ഇരിക്കണ നല്ല രസാ. ഇവിടുന്ന് അവിടുന്ന് വന്നില്ലേ, അവിടുന്ന് നല്ല കാറ്റൊക്കെ. പിന്നെ നമ്മളെ ഇവിടെ പാർക്കിംഗ് ഉണ്ട്. അത് ഇവിടെ ആരും കണ്ടില്ല. നമ്മൾ പാർക്ക് ചെയ്ത് വേറെ എവിടെയോ സ്ഥലം. ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് നിർത്തിയാതിയായിരുന്നു. ആ കാണിച്ചാര കഴിച്ച ഇവിടെ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഉമ്മച്ചി കുഞ്ഞുവിന്റെ ഫോണിലോട്ട് വിളിക്കണ്ട്. നോക്കട്ടെ. പാലത്തിന്റെ മേളല്ലോ അമ്മ. പാലത്തിന്റെ മേളിലോട്ട് കയറാൻ പോണല്ലേ ഉള്ളൂ. നല്ല വ്യൂ കേട്ടോ അവിടെ. നല്ല വ്യൂ അല്ലേ? ചങ്ക ഹലോ. ഇവിടെ നിൽക്കാനുള്ള അധികം ഞാൻ മരത്തിൻ്റെ ചോടുള്ള കാക്ക പണിയിലും വേഗം പോട്ടെ. ഷെഫിന് അധികം മരത്തിൻ്റെ അടിയിൽ നിൽക്കണ്ടട്ടാ. കാക്ക പണിയല്ലേ ക്യാമറയുടെ മുന്നിൽ കയ്യൊന്നും വെട്ടം കാരണം കൊണ്ട് കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ടേ. വേറെ വെട്ടം കാരണം കൊണ്ട് ക്യാമറ അത് പണ്ടല്ലേ ക്യാമറ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. ഞാൻ കാണുമ്പോൾ തലേന്ന് കാണുള്ളൂ. ആ ശരിയല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കാക്ക പണി തരൂന്ന് പറഞ്ഞില്ലേ. കാക്ക പണി തരൂന്ന് പറഞ്ഞില്ലേ. അവിടെ നിന്ന് ഇപ്പൊ ഇടുള്ളൂ. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പൊ ചെറുതായിട്ടൊന്ന് ക്യാമറ കട്ട് ചെയ്യണ്ടേ. ഇപ്പൊ ക്യാമറ കട്ട് ചെയ്ത് ഞാൻ എടുത്തണ്ട്. ഈ 3 എണ്ണം വന്നിട്ടുണ്ട്. പിന്നെ ഹയറ ഹാപ്പി ഹയർ ഹായ് എന്നെ ഇപ്പൊ ഫാമിലി മൊത്തം ഹായ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രം പറയുന്നു ഹായ്. ഇവിടെ പാലത്തിൻ്റെ അടുത്തിട്ട് കയറണേന് മുമ്പ് ഇവിടെ ഒരു സംഭവം പാലത്തിലോട്ട് കയറണ വ്യൂ ഞാൻ കാണിച്ചു തരാം.
നല്ല രസമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് അപ്പി? ഇവിടെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അധികം പിള്ളേരെല്ലാരും കൂടി ചർച്ചയില. നടുവിൽ നിന്നിട്ട് ഒരു റീൽ എടുത്താലോ എന്നൊരു സത്യം കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ ഒരു സംഭവമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മറൈൻ ഡ്രൈവിൽ കയറാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നതാ ഗൈസ്. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വന്നു. ഞാൻ എല്ലാവരും വീഡിയോ കാണിച്ചു. ഉമ്മച്ചി, പാപ്പച്ചി, താത്ത, കുഞ്ഞു, പച്ച. ഞാൻ വീണ്ടും കട്ട് ചെയ്തു. അപ്പം നോമ്പ് തുറക്കണ സമയമായപ്പോൾ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യണേ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.